ഇത് Volkswagen Tyrone. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിശദമായി സംസാരിക്കേണ്ട 4-ാം തീയതി എത്തിയിരിക്കുകയാണ്. സോ ഈ വാഹനത്തിൻ്റെ ഹൈലൈറ്റുകൾ, പ്രത്യേകതകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാം. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഹൈലൈറ്റുകളെ കാറ്റഗറൈസ് ചെയ്ത് പറയാം. ആദ്യം തന്നെ ലാമ്പ് യൂണിറ്റുകൾ എല്ലാം LED ആയിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള DRL യൂണിറ്റ് വന്നിട്ടുണ്ട്. ആ DRLൻ്റെ കളറിലാണ് ഫ്രണ്ടിലത്തെ ലോഗോ ഇല്ലുമിനേറ്റ് ചെയ്യുന്നത്. അത് ആക്ച്വലി രസമായിട്ട് തോന്നി. അപ്പോൾ ആ ഒരു DRLൻ്റെ കണക്ഷൻ പോലെ തന്നെ ഫീൽ ചെയ്യും എന്നുള്ളതാണ്. ഹെഡ് ലാമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ ടിഗ്വാൻ ഓൾ സ്പേസിൽ കണ്ട ഹെഡ് ലാമ്പ് യൂണിറ്റ് അല്ല, പക്ഷേ അതിനകത്ത് പോലെയുള്ള ഒരു LED ആനിമേഷൻ ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മളുടെ ഗോ ഹോം ഫംഗ്ഷൻ കുറച്ച് ആനിമേറ്റ് ചെയ്തിട്ടുണ്ട്. അത് 3 മോഡിൽ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ആ 3 മോഡും ഇൻട്രസ്റ്റിംഗ് ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. R എന്ന് പറയുന്നൊരു ബാഡ്ജ് കാണാം. അതേപോലെ തന്നെ റിയർ പ്രൊഫൈലിനകത്തും ആ ആനിമേഷൻസ് വർക്ക് ചെയ്യും. 3 ലെവലുകളായിട്ട് ലോക്ക് ചെയ്യുന്ന സമയത്ത് അത് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ കണക്റ്റിംഗ് ആണ്. അവിടെ ലോഗോ റെഡ് കളറാണ്, കാരണം ബാക്കിലത്തെ തീം റെഡ് ആണ്. അതായത് സ്റ്റോപ്പ് ലാമ്പ് തീമിലാണ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നതാണ്. ഗ്രില്ലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പിയാനോ ബ്ലാക്ക് എലമെന്റിന്റെ അകത്ത് ഒരു ഹണികോം ഗ്രിൽ പാറ്റേൺ ആണ്. ഇവിടെ ഓപ്പൺ ആണ്, ഈ ഒരു ഭാഗം ക്ലോസ്ഡ് ആണ്. ഇതേപോലെ തന്നെയാണ് റിയറിലും ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. ക്ലോസ്ഡ് ആയിട്ടാണ് അത് കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ്. പാർക്കിംഗ് സെൻസർ കാണാം. 14 ലെവൽ അഡാസ് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ലെവൽ 2 360 ഡിഗ്രി ക്യാമറ വ്യൂ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇനി ഇവിടെ നമുക്കൊരു എയർ കർട്ടൻ കൊടുത്തിട്ടുണ്ട്. അത് എയറിനെ സക്ക് ചെയ്ത് കളയുകയും ചെയ്യും. നമുക്കൊരു ഇലക്ട്രിക്കലി ഓപ്പറേറ്റിംഗ് ടെയിൽ ഗേറ്റ് ഉണ്ട്. അത് ഗസ്റ്റർ കൺട്രോളോട് കൂടി വർക്ക് ചെയ്യും. അതായത് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ടെയിൽ ഗേറ്റ് ഓപ്പൺ ആവും. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിമോട്ട് ഉപയോഗിച്ചും ഓപ്പറേറ്റ് ചെയ്യാം. 345 ലിറ്റർ ആണ് ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. ബാക്കിലത്തെ സീറ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 850 കിട്ടും. 3 സീറ്റും ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 1000-ഓളം ലിറ്ററും കിട്ടും. സെക്കൻഡ് റോ ഫോൾഡ് ചെയ്യാൻ ഇവിടെ ഒരു ലിവർ ഉണ്ട്. ഇത് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഫോൾഡ് ആവും. വേറൊരു കാര്യം ശ്രദ്ധിക്കട്ടോ, ഇൻ്റർനാഷണൽ മോഡലിലേക്ക് വരുന്ന സമയത്ത് ഈ 2 സീറ്റും ഫോൾഡ് ചെയ്യാൻ ഇലക്ട്രോണിക് ബട്ടൺസ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് കോസ്റ്റ് കട്ടിങ്. ഈ ബട്ടണാണ് ഞാൻ 4-ാം തീയതി കാണിക്കാമെന്ന് പറഞ്ഞത്. പക്ഷേ ഈ ബട്ടണിലേക്ക് സൂക്ഷിച്ച് നോക്കൂ, ഇതൊരു സെഡാനാണ്, SUV അല്ല അല്ലേ. വേറെ ഏതോ മോഡലിൻ്റെ ബട്ടൺ എടുത്ത് വെച്ചേക്കാണ് എന്നർത്ഥം. ഇതിവിടെ മാത്രമല്ല കേട്ടോ, ഉള്ളിൽ നിന്ന് കൺട്രോൾ ചെയ്യേണ്ട ബട്ടണും സെഡാൻ തന്നെയാണ് കൊടുത്തേക്കുന്നത്. സീറ്റിനെ കുറിച്ച് പറയാം. 14 വേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള സീറ്റുകളാണ് വന്നേക്കണേ. തൈ സപ്പോർട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഫ്രണ്ടിലത്തെ 2 സീറ്റിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കും. വെന്റിലേറ്റഡ് ആണ്, ഹീറ്റഡ് ആണ്. ഇപ്പോൾ നമ്മളുള്ളത് ആക്ച്വലി ജയ്സൽമീറിലാണ്. ഇവിടെ വേണമെങ്കിൽ എനിക്ക് ഹീറ്റ് ട്രൈ ചെയ്യാൻ പറ്റും എന്നാണ് ഹീറ്റഡ് സീറ്റ്. അല്ലാത്ത സിറ്റുവേഷനിൽ ഹീറ്റ് സീറ്റിൻ്റെ ആവശ്യം ശരിക്കും ഇന്ത്യൻ മാർക്കറ്റിലില്ല. പിന്നെ വേറൊന്ന് 8 വേ മസാജിങ് ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് 8 മോഡ് നമുക്ക് മസാജിങ് ഫംഗ്ഷനായിട്ട് വർക്ക് ചെയ്യും. വേറൊരു കാര്യം, മെമ്മറി ഫംഗ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. മെമ്മറി ഫംഗ്ഷൻസ് കൊടുക്കുന്ന സമയത്തിൽ 2 സീറ്റിനകത്തും വെൽക്കമിങ് ഫംഗ്ഷൻസ് ഉണ്ട്. അതായത് ഡോർ തുറന്നു കഴിഞ്ഞാൽ സീറ്റ് ബാക്കിലേക്ക് പോകും. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. ലെതറും അതിൻ്റെ കുഷ്യനും അതിൻ്റെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ നോക്കിയാൽ സൂപ്പർ. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റാണ് ഇതിൻ്റെ ആംബിയൻ ലൈറ്റിംഗ്. 30 വേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കളറാണ്. ഇതെല്ലാം ലൈറ്റ് കത്തും. ഇപ്പം ആക്ച്വലി കത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. യെസ്, അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം. ഇവിടെ മാത്രമല്ല, ഇതിന് താഴ്ഭാഗത്തും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു വിർച്വൽ കോക്പിറ്റിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ. ആ ആംബിയൻ ലൈറ്റൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് സൂപ്പറാണ്. ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്തൊരു സൺറൂഫ് ഉണ്ട്, ഇലക്ട്രിക്കലി ഡയറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ ഉണ്ട്, 2 വയർലെസ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്, C-ടൈപ്പ് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്, 15 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും 10.25 ഇഞ്ച് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും 3 സോൺ ക്ലൈമറ്റ് കൺട്രോളും ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മെനു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഓഫ് റോഡ് മെനു കാണാം. ഇതിനകത്ത് നമ്മുടെ ഓഫ് റോഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. EC സിസ്റ്റം, അതുപോലെ HDC, പ്രൊഫൈൽ സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ഹൈലൈറ്റ് ചെയ്തേക്കണേ. പ്രൊഫൈൽ സെലക്ഷൻ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കംഫർട്ട്, സ്പോർട്ട്, ഇൻഡിവിജ്വൽ, അങ്ങനെ ഡ്രൈവ് മോഡ് നമുക്ക് ടച്ച് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഫിസിക്കലി ഉണ്ട്, അത് ഞാൻ കാണിക്കാം. വേറൊരു കാര്യം, സീറ്റിൻ്റെ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാലാണ് ഇവിടെ നമുക്ക് 8 വേ നമ്മുടെ മസാജിങ് ഫംഗ്ഷൻസിനെ കൺട്രോൾ ചെയ്യാം, ഡ്രൈവറും പാസഞ്ചർ സൈഡും. ഇത് വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സൈഡിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആ സൈഡ് ആക്റ്റീവായിട്ട് വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദാറ്റ് ഈസ് നൈസ്. പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ്, അതായത് ആംബിയൻ ലൈറ്റിങ്ങിൻ്റെ കൺട്രോൾ ഇതാ ഇങ്ങനെയാണ്. ഇത് ബോർഡ് അനുസരിച്ചും സെലക്ട് ചെയ്യാം, ഇൻഡിവിജ്വലി നമുക്ക് ഏതെങ്കിലും കളർ വേണമെങ്കിൽ അങ്ങനെയും സെലക്ട് ചെയ്യാം. ഹർമൻ കാർഡിൻ്റെ 11 മ്യൂസിക് സിസ്റ്റം ഈ വാഹനത്തിനകത്തുണ്ട്. അതിൻ്റെ വോളിയം കൺട്രോൾ ഇതാ ഇവിടെയാണ്. ഇതിങ്ങനെ തിരിച്ചാണ് നമ്മൾ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക. ആ ബട്ടൺ തന്നെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവ് മോഡ് സെലക്ഷൻ്റെ, ഇൻഡിവിജ്വൽ ഓഫ് റോഡ്, സ്പോർട്ട്, കംഫർട്ട്, ഇക്കോ തുടങ്ങി ഡ്രൈവ് മോഡ് സെലക്ഷൻ്റെ കൺട്രോളും ആക്റ്റീവ് ആവും എന്നുള്ളതാണ്. ഇനി ഞാനൊരു മ്യൂസിക് കേൾപ്പിക്കാം കേട്ടോ.
അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മ്യൂസിക് സിസ്റ്റം ആണ്. ഇന്റർനാഷണൽ മോഡലിലെ ഒരു ടോയ് ഹുക്ക് ഉണ്ടായിരുന്നു, ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്റ്റീവ് ആയിട്ട് വരും. മാനുവലി തന്നെ പ്രസ് ചെയ്യണമായിരുന്നു, പക്ഷെ അത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ 15-way ഡൈനാമിക് ചേസിസ് കൺട്രോളും ഇന്റർനാഷണൽ മോഡലിൽ ഉണ്ടായിരുന്നു. ഓഫ് റോഡ് മെനുവിൽ അതും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. സേഫ്റ്റിയുടെ ഭാഗമായിട്ട് 9 എയർ ബാഗുകൾ ഈ വാഹനത്തിനകത്തുണ്ട്. പിന്നെ നമ്മൾ ഡോർ തുറക്കുന്ന സമയത്ത് ഒരു വെൽക്കമിങ് ഫംഗ്ഷൻ ഉണ്ട്. താഴ്ഭാഗത്ത് VW ലോഗോ പ്രൊജക്ട് ചെയ്ത് വരും. അതേപോലെ തന്നെ ഒരു AR കൺട്രോൾഡ് ഹെഡ് അപ്പ് ഡിസ്പ്ലേയും ഈ വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. റിയർ സീറ്റിലേക്ക് വരാം. നമുക്കിതിന് അഡ്ജസ്റ്റ്മെന്റ് കേട്ടോ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ റിക്ലൈൻ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. യെസ്, പിന്നെ ആംബ്രസ്റ്റ് ഇവിടെ കാണാം. അതിനകത്ത് കപ്പ് ഹോൾഡേഴ്സ് ഇതന്നെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കപ്പ് ഹോൾഡേഴ്സ് ഇതാ ഇങ്ങനെ ആക്റ്റീവായിട്ട് വരും. ഇതേക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു സീറ്റ് കുറച്ചും കൂടി ഇങ്ങോട്ട് സ്ലോപ്പായിട്ട് നിൽക്കുകയാണ്. എന്നാൽ പോലും എനിക്കൊരു 3 വിരൽ ഗ്യാപ്പ് എനിക്കിവിടെ ഉണ്ട്. ആക്ച്വലി ഇതൊരു 7 സീറ്ററാണ്. 2789 mm ആണ് ഇതിൻ്റെ വീൽ ബേസ് വരുന്നത്. സോ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. തൈ സപ്പോർട്ടും എനിക്ക് ഓക്കെയാണ്. ഞാൻ ഓക്കെയാണ്, അതായത് ഭയങ്കര ഹാപ്പിയാണെന്നല്ല, ഓക്കെ ആണെന്നുള്ള തരത്തിലാണ്. ഹെഡ് റൂം നമുക്കിവിടെ സൺറൂഫ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഒരുപാടുണ്ട്, പക്ഷേ സൺറൂഫ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 4 വിരലിൻ്റെ ഗ്യാപ്പും ഉണ്ട്. സോ അതും ഓക്കെയാണ്. 3 ഹെഡ് റെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്കൊരു ഷെയ്ഡ് കാണാം. നമുക്ക് വേണ്ടോ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന തരത്തിലാണ് എന്നുള്ളതാണ്. എല്ലാ വിൻഡോസും 1 ടച്ച് അപ്പ് ആൻഡ് 1 ടച്ച് ഡൗൺ ആയിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഫിറ്റ് ആൻഡ് ഫിനിഷും ക്വാളിറ്റിയും ആസ് യൂഷ്വൽ ഫോക്സ് വാഗൺ ഗംഭീരമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി വേറൊന്ന്, ഇവിടെ ഒരു മൊബൈൽ ഫോൺ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അത് 2 ഉണ്ട്. 2 ഫോണുള്ള ആൾക്കാർക്ക് 2 വെക്കാം. ഇനി താഴ്ഭാഗത്തും നമുക്കൊരു പോക്കറ്റ് കാണാം കേട്ടോ. യെസ്, ഇവിടെ C-ടൈപ്പ് ചാർജിങ് പോർട്ടും അതുപോലെ തന്നെ AC വെൻറ്റും കാര്യങ്ങളും റിയറിലും കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് അല്ലേ. ഇനിയാണ് നമ്മൾ 3rd റോയിലേക്ക് പോകുന്നത്. ഇത് ഇങ്ങനെ കേട്ടോ നമുക്ക് തുറക്കാം, എന്നിട്ട് ഇങ്ങോട്ട് പുഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. യെസ്, നമുക്ക് അതിനകത്തേക്ക് കയറാനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, സീറ്റിന് ഇങ്ങോട്ട് സോറി ഗൈസ് കാരണം ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇരിക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇതൊരു കുട്ടി സീറ്റാണ്. കുട്ടികൾക്ക് ഇരിക്കാം, പ്രശ്നമൊന്നുമില്ല. പിന്നെ പെറ്റ്സൊക്കെ ഉള്ള ആൾക്കാർക്ക് പെറ്റ്സിൻ്റെ ബാക്കിൽ ഇരുത്താം. എനിക്ക് ഇങ്ങനെ ഇരിക്കാമല്ലേ അപ്പോൾ തലമുട്ടും, ഇവിടെ തല ഇട്ടുന്ന പ്രശ്നമുണ്ട്. 2 ഹെഡ് റെസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നൈസ്. ഇനി വേറെ കാറ്റഗറി ഓഫ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് കാണിക്കാം. ഒന്ന്, സൺറൂഫിൻ്റെ കൺട്രോള്. ഇതിങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ടാണ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2 ഓപ്പൺ ആയിക്കൊണ്ട് വർക്ക് ചെയ്യില്ല, പക്ഷേ അത് ആക്കി കഴിഞ്ഞാൽ ക്ലോസ് ചെയ്ത് നോക്കി 2 കൊടുത്തതുകൊണ്ട് നല്ലതാണ്. അല്ലെങ്കിൽ അത് ഭയങ്കര കൺഫ്യൂസിങ് ആയി മാറുമായിരുന്നു എന്നുള്ളതാണ്. വേറെ കാര്യം ലൈറ്റാണ്. ലൈറ്റിന് കൺട്രോൾ കേട്ടോ ഇങ്ങനെ ടച്ചിലാണ് വർക്ക് ചെയ്യുക. അതുപോലെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഡെപ്ത് ഉണ്ടല്ലോ, ഇൻറ്റൻസിറ്റി എന്ന് പറയില്ലേ, അത് കുറയുകയും കൂടുകയും ചെയ്യും എന്നുള്ളതാണ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റാണ് സെൻട്രൽ കൺസോൾ. ഈ സെൻട്രൽ കൺസോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു കപ്പ് ഹോൾഡേഴ്സ് കാണാം. 2 ഉണ്ട്, ഒന്നല്ല. ഇതിനകത്ത് 12 വോൾട്ട് ചാർജിങ് പോട്ടും. അതുപോലെ ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഈ സ്റ്റോറേജ് സ്പേസിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇത് എടുത്തിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് കഴിഞ്ഞാൽ കേട്ടോ നമ്മളെ പർപ്പസ് അനുസരിച്ച് ഇതിനെ കാറ്റഗറൈസ് ചെയ്യാം. ഇനി അതുമാത്രമല്ല, വേറൊരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഈ കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ കൈയെത്തൂരല്ലോ, ആ സമയത്ത് വേണമെങ്കിൽ ഇതിനങ്ങോട്ട് എടുക്കാം കേട്ടോ. നോക്കൂ, കപ്പ് ഹോൾഡേഴ്സ് കൈ പോത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങോട്ട് ഫിറ്റ് ചെയ്യാം. നൈസ് അല്ലേ, ഇൻട്രസ്റ്റിംഗ്. ഇങ്ങനത്തെ ഒരു കപ്പ് ഹോൾഡർ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇനി വേറൊരു വണ്ടിൻ്റെ ഇതെടുത്ത് 2.5 വെച്ചാൽ 4 കപ്പ് ഹോൾഡേഴ്സ് നമുക്ക് ഉണ്ടാക്കാം. ഒരു സാധനം ആക്സറീസ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ പൊളിക്കും. ഫിറ്റ് ആൻഡ് ഫിനിഷിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഫോക്സ് വാഗൺ വരുത്തിയിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻ്റർനാഷണൽ മോഡൽ കുറച്ച് ഫീച്ചേഴ്സിനെ കട്ട് ചെയ്തിട്ടുണ്ട്, കാരണം പ്രൈസ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ക്വാളിറ്റിയുടെ കാര്യത്തിലും മെറ്റീരിയൽസിൻ്റെ കാര്യത്തിലും ഒരു കോംപ്രമൈസേഷനും ഇല്ല. ലെതർ, നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്, അൽക്കണ്ടാറ മെറ്റീരിയൽ, അതിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം ക്ലാസ് ആണ്. ഇതാണ് നമ്മളെ ഹുഡ് ഓപ്പൺ. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഡോർ തുറന്നിരുന്നാൽ മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതൊരു സേഫ്റ്റി ഫീച്ചറാണ്. ആക്ച്വലി ഡോറ് ക്ലോസ് ചെയ്തുകൊണ്ട് അത് തുറക്കാൻ പറ്റില്ല. ഡോറ് ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏറെക്കുറെ മൂവ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് എഞ്ചിനെ കുറിച്ച് പറയാം. ഒരു 4 സിലിണ്ടർ 2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിനകത്തുള്ളത്. 204 PS പവറും 320 Nm ടോർക്കും ഇത് ഉൽപ്പാദിപ്പിക്കും. ഒരു 7 സ്പീഡ് DCT ആണ് ഇതിന് പവർ കൊടുക്കുന്നത്. 4 സിലിണ്ടർ ആയതുകൊണ്ട് 4 വരകളൊക്കെ കണ്ടില്ലേ? യെസ്, അതതിൻ്റെ യൂണിവേഴ്സൽ സിമ്പിളാണ് സിലിണ്ടറിൻ്റെ. എല്ലാ വണ്ടികളും കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. വലിയ സ്പേസ് ഉണ്ട്. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡീസൽ എഞ്ചിൻ കൊണ്ടുവരുമോ എന്നുള്ളത്. എൻ്റെ ഒരു അറിവിലും ഇന്നലെ നമ്മൾ അവരുമായിട്ട് സംസാരിച്ചത് വെച്ചിട്ടും നിലവിൽ അങ്ങനെ ഒരു പ്ലാൻ ഫോക്സ് വാഗൺ ഗ്രൂപ്പിനില്ല. പിന്നെ വേറൊരു കാര്യം, ഇനി ഹൈബ്രിഡ് വരുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ അവർ ഹൈബ്രിഡ് ഒക്കെ ഉണ്ട്, കൊണ്ടുവരുമായിരിക്കാം. അതുപോലെ തന്നെ EV ആണ് അപ്കമിങ് ഫ്യൂച്ചർ. സോ EVയും ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഈ വെഹിക്കിളിനകത്തെ ഓട്ടോ പാർക്കിംഗ് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അവിടെ പാർക്ക് അസിസ്റ്റ് ഇല്ല, അത് നോക്കി കഴിഞ്ഞാൽ
പാർക്ക് അസിസ്റ്റ് വരും. എന്നിട്ട് നമ്മൾ ഡ്രൈവ് ബോർഡിൽ ഇട്ട് കഴിഞ്ഞാൽ പാർക്ക് ഫൈൻഡ് ആവും. ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഞാൻ കാണിക്കാം. നമുക്ക് റിവേഴ്സ് പാർക്ക് ചെയ്യാൻ ഇപ്പോൾ ഒരു സ്ലോട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റാർട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രീസ് റിലീസ് ബ്രേക്ക് എന്ന് പറയുന്നുണ്ട്. സോ ബ്രേക്ക് എടുക്കുക, ഓട്ടോമാറ്റിക് ആണോ, സ്റ്റിയറിംഗ് വീലൊക്കെ ഓട്ടോമാറ്റിക് തിരിഞ്ഞ്. യെസ് ഉണ്ടോ, ആക്സലറേഷനും ഒന്നും ഞാൻ കൊടുക്കുന്നില്ല കേട്ടോ, കറക്റ്റായിട്ട് ആ സ്പോട്ടിൽ പോയിട്ട് പാർക്കാവും. എടുക്കുക, ഫ്രണ്ടിലേക്ക് പോയി. കറക്റ്റ് ആ സ്പോട്ടിൽ എത്തുന്ന സമയത്ത് പാർക്കായി. നൈസ്. ഫുൾ സ്റ്റോപ്പായി, വെഹിക്കിൾ പാർക്കഡായി. ഓട്ടോമാറ്റിക് പി മോഡിലേക്ക് പോയി. അതുപോലെ തന്നെ നമ്മുടെ പാർക്ക് ബ്രേക്കും ആക്റ്റീവായി. ഓക്കെ ചേട്ടാ, യെസ് നൈസ്. പിന്നെ വേറൊരു കാര്യം, സ്റ്റിയറിംഗ് വീല് ഹീറ്റർ ആട്ടോ. ഒരു ബട്ടൺ ഉണ്ട്, ഈ ബട്ടൺ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 ലെവൽ സ്റ്റിയറിംഗ് വീലിൽ ഹീറ്റ് ചെയ്യാം. ഇതിനകത്ത് കണ്ടോ 1 3 2 1 അങ്ങനെ 3 മോഡായിട്ട് അതും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ടയറോണ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആദ്യം എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫേർട്ട്ലെസ്ലി സ്മൂത്താണ് എന്നുള്ളതാണ്. അതൊരു വിധം ഫോക്സ് വാഗൺ വാഹനങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഭയങ്കര എഫേർട്ട്ലെസ്ലി നമുക്കിത് ഡ്രൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇലക്ട്രിക് സീറ്റ്, അതുപോലെ തന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ അത്യാവശ്യം നല്ല വിസിബിളായി. ഇപ്പോൾ നല്ല വെയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 11:30. ആ സമയത്ത് പോലും എനിക്ക് എത്ര കിലോമീറ്റർ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം കാണാൻ പറ്റുന്നുണ്ട്. സോ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഹെഡ് അപ്പ് ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതും കൂടി ഹൈലൈറ്റ് ചെയ്ത് പറയാം. റീഡബിലിറ്റി, കമാൻഡിങ് പൊസിഷൻ, അങ്ങനത്തെ കാര്യത്തിലൊന്നും പറയാനില്ല, വേറെ ലെവൽ. ഓക്കെ, പിന്നത്തെ ഒരു കാര്യം ഇതിൻ്റെ ആക്സിലറേഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഹാർഡ് ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് ആ ഒരു റബ്ബർ ബാൻഡ് എഫക്റ്റ് ആക്ച്വലി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് ബാലൻസ്ഡ് നോയ്സാണ് കേട്ടോ, അതുകൂടി പറയാം. ടയർ നോയ്സ് എനിക്ക് കുറച്ച് ഇതിനകത്തേക്ക് കേൾക്കുന്നുണ്ട്. അതിനി ഒരു ഭയങ്കര കാലിയായിട്ടുള്ള ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഹൈവേയിൽ കൂടി മീൻസ് കുറച്ച് ട്രാഫിക്കിനിടയിൽ ഓടിക്കുമ്പോൾ എന്തായാലും അത് കേൾക്കാൻ ചാൻസ് വളരെ കുറവ്. കാരണം ബാക്കിയുള്ള സൗണ്ട് അതിനേക്കാൾ കൂടുതൽ ഹോണടിയും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി ത്രോട്ടിൽ 7.3 സെക്കൻഡാണ് 0 to 100 എന്നുള്ളൊരു പൊസിഷനിലേക്ക് കമ്പനി പറയുന്നത്. വളരെ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു ഫിഗർ ചിലപ്പോൾ അതിനൊക്കെ 1 സെക്കൻഡൊക്കെ കുറവ്, 1 മൈക്രോ സെക്കൻഡൊക്കെ കുറവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 0 to 100 ടച്ച് ചെയ്യാൻ പറ്റും. വളരെ പെട്ടെന്ന് നമുക്ക് സ്പീഡ് അപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുമാത്രമല്ല എഫേർട്ട്ലെസ്ലിയാണ് അത് അപ്പ് ആവണമെന്നാണ്. അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ ഗതിയിൽ ഒരു 100-ലേക്കൊക്കെ എത്താൻ നമ്മൾ കുറേ നേരം ആക്സലറേഷൻ കൊടുത്ത് ഇത് അങ്ങനെയൊന്നും വേണ്ട. ഇപ്പോൾ ഞാൻ വണ്ടീനെ ഒന്ന് സ്ലോ ആക്കി. ഓക്കെ, സാധാരണ ഗതിയിൽ നമ്മൾ ഉണ്ടാവുന്ന പോലെ ഇപ്പോൾ അതൊരു 45, 44, 40, 35 ആ റേഞ്ചിലെത്തി. ഇനി ഞാൻ ഒന്ന് ആക്സലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നോക്കിയോ, വളരെ പെട്ടെന്ന് 90 കഴിഞ്ഞു. യെസ് 100. പിന്നെ അങ്ങനെ കയറിയൊക്കെ പോയിക്കോളും. 234 കമ്പനി ടോപ്പ് സ്പീഡ് പറയുന്നത്. ആ സമയത്ത് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ശരിക്ക് ഇവരുടെ പല മോഡൽസും ടോപ്പ് സ്പീഡ് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും ഗോൾഫ്. നമ്മൾ അത് ഈ കമ്പനി എത്രയാണോ പറഞ്ഞ ആ ഒരു ഫിഗറിൽ നാട്രാക്സിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ടിഗ്വാനും അങ്ങനത്തെ മോഡലുകളൊക്കെ നമ്മൾ ഓടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ സ്കോഡയും സെയിവൻ ആണല്ലോ. സോ അവരുടെയൊക്കെ മോഡലുകൾ നമ്മൾ ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്തിട്ടുണ്ട് ട്രാക്കിൽ. ആ സമയത്ത് ആ ഫിഗർ കിട്ടിയിട്ടുണ്ട്. സോ ആ കാര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. യുവന്മാർ പറഞ്ഞാൽ അതുപോലെ ചെയ്യും, പണ്ടേ അങ്ങനെയാണ് എന്നുള്ളത്. ഇനി സസ്പെൻഷൻ ഓക്കെയാണ്. അറ്റ് ദ എൻഡ് ഏറ്റവും ടോപ്പിൽ ചെറിയൊരു സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല സ്മൂത്താണ്. ആ സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഹാഷായിട്ട് ചെന്ന് ചാടുന്ന സമയത്ത്, ലാൻഡിങ് സമയത്താണ് നമുക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നത്. സോ അതൊരു ഡെയിലി ഡ്രൈവിൽ നമുക്കൊരിക്കലും ഫീൽ ചെയ്യാനും ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല. പിന്നെ ഹാൻഡ്ലിങ് ഭയങ്കര സിമ്പിളാണ്. സ്റ്റിയറിംഗ് വീലൊക്കെ ഭയങ്കര ലൈറ്റാണ്. ആ ഒരു പെർഫോമൻസ് അപ്പായി വരുമ്പോൾ അതിനുള്ള ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് അങ്ങനെ ക്യാബിനകത്തേക്ക് കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഭയങ്കര സ്മൂത്ത് ബ്രേക്കിംഗ് ആണ്. ബ്രേക്കിങ്ങും വല്ലാതെ എഫക്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ സസ്പെൻഷൻ ഉണ്ടോ, അപ്പോൾ നമ്മളൊരു ലീനിയർ പവർ എന്നുള്ള രൂപത്തിലാണ് ഇത് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിക്കും ആ ഒരു ഹമ്പൊക്കെ ചാടുന്ന സമയത്ത് ശരിക്കും ആ ഒരു ആഞ്ചൽ ആ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, ആ സാധനമൊക്കെ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ മൊത്തത്തിൽ ഭയങ്കര ക്വാളിറ്റി ഡ്രൈവാണ്. അതിനാണ് ഞാൻ ഇനീഷ്യലി പറഞ്ഞത് എഫേർട്ട്ലെസ്ലി സ്മൂത്താണ് എന്നുള്ളതാണ്. അത് എല്ലാ കാര്യത്തിലും ഭയങ്കര എഫേർട്ട്ലെസ്ലി സ്മൂത്താണ്. പിന്നെ ബിൽഡ് ക്വാളിറ്റി നല്ലതായതുകൊണ്ടും നമ്മൾ ഈ ഡോറൊക്കെ അടയ്ക്കുമ്പോൾ ആ ഒരു ടഫ് സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു ക്വാളിറ്റി നന്നായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ എത്ര സ്പീഡിൽ പോയി കഴിഞ്ഞാലും കോൺഫിഡൻസിന് ഒരു ലോസും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. സോ ഫുൾ ത്രോട്ടിൽ യെസ്
ആക്ച്വലി ഈ റോഡിൽ നമുക്ക് അങ്ങനെ ട്രസ്റ്റ് ചെയ്ത് എത്ര പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. 130, 150. കാരണം എന്താ പ്രശ്നം എന്നറിയോ? നോക്കിയാൽ ഒരു ബൈക്കാരൻ വരുന്നത്. ഇതാണ് ഇവിടുത്തെ വലിയ പ്രശ്നം. കാരണം വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് അത്രയും നല്ല സെറ്റപ്പ് ഉണ്ടായിട്ടും ബോസ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൈഡിൽ തന്നെയാണ് എന്നുള്ളതാണ്. അത് ഇന്നാളും ഇതേപോലെ എനിക്കൊരു അനുഭവം ഉണ്ടായി. അതുകൊണ്ടാണ് നമുക്കതിൻ്റെ ഒരു പ്രശ്നം. ഇതാണ് ഫോക്സ് വാഗൺ ടൈറോൺ. ചില ആൾക്കാർ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4-ാം തീയതിക്ക് വരാം, 4-ാം തീയതി വന്നിട്ട് കമൻറ്റ് ചെയ്യാം, അപ്പം ഇനി 4-ാം തീയതി കാണാമെന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ്സ് നമ്മളെ പഴയ വീഡിയോക്ക് വന്നായിരുന്നു. ആ ആൾക്കാരൊക്കെ ഞാൻ അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. അവരൊക്കെ ഇതിൽ അവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ പറയണം. 4-ാം തീയതി വന്ന അഭിപ്രായം പറയാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. സോ ടൈറോൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈസ് റേഞ്ച് എത്ര ആണെന്നുള്ളത് നമുക്കിപ്പോൾ ഒരു ഗസ് ഇല്ല. പക്ഷേ പലയിടത്തും ഞാൻ കണ്ടത് ഒരു 45 to 50 lakh ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരും എന്നാണ്. സോ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഏറെക്കുറെ ഒരു ഫോർച്യൂണർ സെഗ്മെൻറ്റ് അങ്ങനെയെങ്കിൽ ആ ഒരു ലെവലിലാണ് ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വന്ന് കിടക്കണേ. പക്ഷേ ഫീച്ചർ വൈസ് ധാരാളം ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. അത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരുവിധം എല്ലാ കാര്യങ്ങളും ഉണ്ട്. വെന്റിലേഷൻ ആണെങ്കിലും, സൺറൂഫ് ആണെങ്കിലും, ആംബിയൻ ലൈറ്റ് ആണെങ്കിലും, ടെയിൽ ഗേറ്റിൻ്റെ കൺട്രോൾ ആണെങ്കിലും, ലെതററ്റ് എലമെൻറ്റുകളാണെങ്കിലും, നല്ല ക്വാളിറ്റിയുള്ള മ്യൂസിക് സിസ്റ്റം ആണെങ്കിലും, ഹെഡ് അപ്പ് ഡിസ്പ്ലേ ആണെങ്കിലും, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആണെങ്കിലും, ഇതേപോലെ ഫോർച്യൂണർ നമ്മൾ കോമ്പറ്റീഷൻ ഇപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ. ഹായ്, ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയും വന്നിട്ടുള്ള ഒരു ഫുള്ളി പാക്ക്ഡ് ആയിട്ടുള്ള ഒരു വണ്ടിയായിട്ടാണ് ശരിക്കും ഇതിനെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇതിലേക്ക് ഇഷ്ടപ്പെടാത്ത 2 കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനകത്താണ് AC-ൻ്റെ കൺട്രോൾ എന്നുള്ളത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ അതൊരു ബുദ്ധിമുട്ടാണ്. കാരണം അത് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. നമ്മളിങ്ങനെ ഉണ്ടാവുണ്ടോ ഡ്രൈവിനിടയിൽ. ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്ര ഇഷ്ടമില്ല. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. പിന്നെ ഇൻറ്റീരിയർ ബ്ലാക്ക് ആണെന്നുള്ളതും എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നല്ല കാര്യമാണ്. ടോട്ടലി ഒരു ഫുള്ളി പാക്ക്ഡ് വാഹനം എന്നുള്ള രീതിയിലാണ് എനിക്കിതിനെ കാണാൻ കഴിയുന്നത്. പിന്നെ നല്ലൊരു പ്രൈസ് റേഞ്ചിലൊക്കെ വരികയാണെങ്കിൽ, ഞാൻ വെറുതെ ഇങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പറയില്ല, ഒരു 35 ലക്ഷം രൂപക്കൊക്കെ ഇത് വരികയാണെങ്കിൽ ഗോൾഫ് വിറ്റ പോലെ തന്നെ ഇതും വിറ്റ് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഗോൾഫിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം നമ്മൾ ഓഡിയൻസിനോട് പറയാനുള്ളത്, കേരള മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫോക്സ് വാഗൺ അവർ അത്രയും അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. കാരണം ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ 55 ഡെലിവറി ഒക്കെ ചെയ്തില്ലേ ഗോൾഫ്. എല്ലാവരും ഗോൾഫ് എടുത്ത്, സെലിബ്രിറ്റികളായിട്ടും എല്ലാത്തവരും ഒക്കെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഗോൾഫ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ ഒരു നന്ദി ഫോക്സ് വാഗൺ നമ്മൾ കേരളത്തിനോട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടാവുമായിരിക്കുമല്ലോ അല്ലേ. എനിവേ ഇതാണ് ഫോക്സ് വാഗൺ ടൈറോൺ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫുള്ളി പാക്ക്ഡ് ആയിട്ടുള്ള ഒരു ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ. ഓടിക്കാനും നല്ല സുഖമുണ്ട്, നല്ല എഞ്ചിൻ, നല്ല ട്യൂണിങ്, 7 സ്പീഡ് DC2 എഞ്ചിൻ കോമ്പിനേഷനും നല്ലതാണ്. ടയറും നല്ലതാട്ടോ, 19 ഇഞ്ച് വീലുകളാണ് കൊടുത്തേക്കുന്നത്. സോ അതിൻ്റെ ആ ഒരു പ്രൊപ്പോഷനും കാര്യങ്ങളും ഒക്കെ അടിപൊളിയാണ്. ആ വീൽ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് മോശം റോട്ടിലേക്ക് ഇറക്കുമ്പോഴും വലിയ പ്രശ്നമില്ല. ഹമ്പ് ചാടുമ്പോഴും കോൺഫിഡൻ്റ് ആണ്. അത്യാവശ്യം നല്ല ബോൾഡാണ്, സോളിഡാണ്, കാണാൻ നല്ല സ്പോർട്ടി ലുക്ക് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് നമുക്കിതിനെക്കുറിച്ച് പറയാൻ പറ്റും. സോ എല്ലാ കാര്യങ്ങളും കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമായിട്ടാണ് എനിക്ക് ടൈറോണിനെ തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുകൊണ്ട് അവിടെ കുറച്ച് പാരാഗ്ലൈഡിംഗ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അത് ജയ്സൽമേറിലാണ് നമ്മളുള്ളത്. ഇവിടെ കുറച്ചൊരു ടൂറിസം സ്പോട്ട് എന്നുള്ള രീതിയിൽ അവരിങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോട്ടോർ ഓപ്പറേറ്റഡ് പാരാഗ്ലൈഡിംഗ് ഉണ്ട്, എല്ലാത്തതും ഉണ്ട്. 2 ടൈപ്പും ഉണ്ട്. ആർക്കെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഉപയോഗിക്കാം എന്നും കൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ തൽക്കാലം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.